പാലത്തിലാണ് ചേട്ടൻ പുതിഷ് ബ്രോ ഒരു അമ്മൂറ അടിച്ച് ചെറിയൊരു അമ്മൂറിൻ്റെ കുട്ടി അടിച്ച് അടുത്തപ്പോൾ വെയിറ്റ് ചെയ്യണം വീട്ടിലോട്ട് പോവാം. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ചൂടൻ ചെമ്മീനാണ്, ചൂടൻ ചെമ്മീൻ. താഴത്തെ മുട്ടിച്ചാ പാടി വീഴാൻ ചാൻസ് ഉണ്ട്. പൊക്ക് ചെറുതാണല്ലേ. കുഞ്ഞനാടാ കാര്യമില്ല, മറ്റേ കൂടെ ശരിയാവും. ജനീഷേട്ടന് അടുത്ത ഒരു മീൻ അടിച്ചിരിക്കുന്നു. ലൈവിലല്ലേ അടിച്ച അല്ലേ? ലൈവല്ലേ പോയാ? ഇല്ല, വറ്റാണെങ്കിൽ ഓടിക്കയറും, കുഴപ്പമില്ല. അത് ഇത് ടങ്കീസ് വലിച്ചിട്ടില്ലല്ലേ, പുതിയ ടങ്കീസ് കയറ്റിയല്ലേ. അത് കഴിഞ്ഞ ദിവസം ആ ഒഴുക്കത്ത് കെട്ടുകണതാ. കാളാച്ചി അടിച്ചിട്ട് പുള്ളി കാലിപ്പാലത്തിന്റെ അടിയിട്ടായിരുന്നേ. നമ്മളെ മീൻ അടുത്ത് വന്നിരിക്കുന്നു. വറ്റ അടിക്കും, ഇപ്പൊ അടിക്കാൻ ചാൻസ് വറ്റയാണ്. പക്ഷെ വറ്റയാണ് പാള് നടക്കേണ്ടതാണ്. യെസ്, ജമട്ടൻ കൂരി. പോരട്ടെ, ഇതേ ഒരു കൂരിയാണ് ഗൈസ്. നിങ്ങളുടെ മാസ്റ്റർ സാധനമാണ്, എവിടെ പോയാലും നമുക്ക് അടിക്കേണ്ട സാധനം കൂരിയാണ്. ചെറിയ കൂരി കിട്ടണമെങ്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഹമൂർ ഉണ്ടെങ്കിൽ നല്ല ചെതറിനടിക്കും, അടി അടിക്കും. പോത്തെ പൊക്കിക്കും പൊയ്ക്കും. ഇങ്ങോട്ട് വാച്ചിരി, ഇങ്ങോട്ട് ഇച്ചിരി കയറിയേക്ക് ജനിച്ചേട്ടാ. പിന്നെ ഇമ്മാതിരി വലിയ കാലിൽ പോറണം ഉടക്കിയത്. ആടേ മോത 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 വന്നേ മോത. ആർക്കാണ് പറ്റടിച്ചത്? ആര് വേദിക്കും? കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളി. എൻ്റെ അമ്മ ജസ്റ്റ് മുമ്പത്താണ്. നമ്മുടെ അടുത്ത് നിന്ന് ഭായിമാർക്ക് ഒരു വറ്റ ഒരു കൂലി അടിച്ചിട്ടുണ്ട്. അതാണ് ആ വലിച്ചു കയറ്റുന്നത്. അവർ ബൈറ്റായിട്ട് നാരഞ്ചമ്മീനാണ് ഇട്ടത്. നാരഞ്ചമ്മീനാണ് ബൈറ്റായിട്ട് ഉപയോഗിച്ചത്. അതിലടിച്ച വറ്റയാണ്, അത്യാവശ്യം ഒരു 1/4 കിലോ സൈസ് വറ്റയാണ് ക്യാപ്മാൻ. വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോങ്ങിൽ നിന്ന് വലിച്ചെടുക്കണ കാരണം ചിലപ്പോൾ മീൻ വിട്ടുപോകും. പാലത്തിൽ നിന്ന് പൊക്കത്തിലേക്ക് കയറ്റുന്നുണ്ട്. ഒരു 5 കുളത്താണ് സെറ്റ് ചെയ്തേക്കണം. അതിൽ ഒരു നാരഞ്ചമ്മീനും ചാളയും ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നാരഞ്ചമ്മീനിലാണ് ഈ വറ്റ അടിച്ചിട്ടുണ്ട്. നല്ല ആക്റ്റീവാണ് വറ്റ. വറ്റ ഇപ്പോൾ അടിക്കുന്ന ലോങ്ങിൽ നിന്നാണ്. ഒരു കൂരിയും ഒരു വറ്റയുണ്ട്, അത്യാവശ്യം തെളിഞ്ഞ വറ്റയാണ്. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഈ വീഡിയോയിൽ കാണുന്ന സൈസ് ഇച്ചിരി ചെറുതായിട്ട് വന്നിട്ടുള്ളൂ, പക്ഷെ അത്യാവശ്യം നല്ല വലിയ വറ്റയാണ്. 1 കിലോ സൈസാണ്. നല്ല അടിപൊളി വറ്റയാണ്. ഇനിയുണ്ടോ? ഞാൻ നിർത്താന്ന് കരുതി ഇരുന്ന സമയത്താണ് ഇത്ര നേരം കൂരിയൊക്കെ അടിച്ചിട്ടിരിക്കുന്നത്. ഇത്ര നേരം കൂരിയൊക്കെ അടിച്ചിട്ടിരിക്കണായിരുന്നു. ഞാൻ മതിയാക്കിയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇട്ടാണ് അതിൽ വറ്റ അടിച്ചിട്ടുണ്ട്. വറ്റയാണോ ചുമ്പലാണെന്ന് അറിയില്ല, അടിച്ചിട്ടുണ്ട് സാർ. അടിച്ചത് പോവുകയും ചെയ്തു, താഴെ വീണ്ടും പോയി. വന്നാ അടുത്ത് വന്നാണ് ചേട്ടാ, അടുത്ത് വന്നാ. വറ്റയാണ്.
അടിപൊളി. ലാസ്റ്റ് ഇറക്കി ഒന്നും വരെ ഇറക്കിയപ്പോ അടിച്ചു. ഓക്കെ ഓക്കെ അല്ലേ? കട്ടണോ? മനുഷ്യറിന് അടുത്തൊരു പറ്റം കൂടി അടിച്ചേക്കണം. വലിച്ചുകൊണ്ടിരിക്കുന്നു. എവിടം വരെ എത്തിപ്പ? ൂരിയ എന്റെ പൊന്നട മോനെ. ഊരിയാണ് കൈസ. അതിനടിയിൽ രണ്ട് ഊരി. ഊരിയാണ് എന്റെ പൊന്നൊക്കെയാ കട്ടാൻ ഊരിയാണ്. പാളണ പോലെ രണ്ടെണ്ണം അടിച്ചാറാണ്. പറ്റിയെന്നും പറഞ്ഞ് ഞങ്ങൾ എടുത്താണ് കൈസ്. വെയിറ്റ് കണ്ടപ്പോ ചമ്മിപ്പോയി. ശരിയല്ലേ? ഊരി എന്ന് പറഞ്ഞാൽ ഒരു 1.5 സൈസ് ഊരിയാണ് കൈസ്. ഊരി എന്ന് പറഞ്ഞാല് രണ്ടും കൂടി 2 കിലോ തൂങ്ങും. ചെതറൻ കൂരിയാണ് കൈസ്. ഇതാ 2 കിലോ തൂങ്ങും. 2 കിലോ. ജസ്റ്റ് മാരീഡ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കെന്താ നമ്മുടെ ചൂണ്ടയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. എന്നാ മീനാന്നൊക്കെ 2 മീൻ അടിച്ചിട്ടുണ്ട്. 2 വറ്റയാണ്. അത്യാവശ്യം നമ്മൾ ചൂടഞ്ചമ്മ ലൈവ് ചൂടഞ്ചമ്മീനാണ് വിട്ടത്. നമ്മൾ ചാളയല്ല, ചൂടനാണ് ഇറക്കിയത്. നമുക്കെന്തേ ഒരു വറ്റ അടിച്ചിട്ടുണ്ട്. 2 വറ്റ അടിച്ചിട്ടുണ്ട്. ഒരു ചെറുതും ഒരു വലുതുമാണ്. അതേ നമ്മൾ വലിച്ച് കരക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു. വിട്ടുപോകാതെ ഇരുന്നാൽ മതിയായിരുന്നു ഭാഗ്യം. ആയ് നമുക്കെന്തേ നമ്മുടെ വറ്റയും കയറി വരുന്നു. അടിപൊളി അടിപൊളി. ആയ് സെറ്റ്. ഒരു വലിയ വറ്റ, ഒരു ചെറിയ വറ്റ അടിച്ചു. അടുത്തൊരു വറ്റം കൂടി അടിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങോട്ടെ വായിലുണ്ടല്ലോ. വറ്റം കൂടി അടിച്ചു. പതുക്കെ എടുത്താൽ മതി. കറക്റ്റല്ല, നല്ല ഒക്കപ്പാണ്. കുഴപ്പമില്ല, എടുത്താൽ മതി പതുക്കെ. മനുഷ്യരുടെ അടുത്തൊരു വറ്റം കൂടി അടിച്ചിട്ട് സുതറാൻ പറ്റാം. ഗൈസ്, നമുക്ക് ഇന്ന് കിട്ടിയ വറ്റകൾ നമ്മുടെ കൂടത്തേന്നവർക്ക് വരെ തന്നെ മനുഷ്യർക്ക് 3-4 എണ്ണം അടിച്ച്. നമുക്ക് ഇതിനകത്ത് ചെറിയ വറ്റ അടിച്ച്